Today we will learn about one of the designing technique, backtracking, and it's one of the example is NQ problem. Move on to backtracking. What is a backtracking? Suppose you have to make a series of decisions among various choices where you don't have enough information to know what to choose. Each decision lead to a new set of choices. Some sequence of choices may be solution to our problem. If there is a given problem is there and there are lots of choices are there, and using that choices we need to select some decision. So if we are selecting that decision, then it leads to a new set of choices. So some sequence of that choices may be our solution to our problem. ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രോബ്ലത്തിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. സോ നമ്മളൊരു പർട്ടിക്കുലർ ചോയ്സ് സെലക്ട് ചെയ്യുകയാണ്. ആ ഡിസിഷൻ ചെയ്യുമ്പം നമുക്കതിൻ്റെ ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ ആ ചോയ്സിനെ റിലേറ്റ് ചെയ്ത് അത് കുറേ ചോയ്സസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ ഓരോ ചോയ്സസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് ലാസ്റ്റ് വി വിൽ ഗെറ്റ് എ സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മെയിനായിട്ടും നമുക്ക് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ഇനഫ് ഇൻഫോർമേഷൻ ടു നോ വാട്ട് ടു ചൂസ്. ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളൊരെണ്ണം റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു, ദെൻ ആ ചോയ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ബാക്ക് ട്രാക്കിംഗ് ഇസ് എ methodical way of trying out various sequence of decision until you find one that works. അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേരിയസ് ഡിസിഷൻസ് സീക്വൻസ് ഓഫ് ഡിസിഷൻസിനെ ഇങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ അവസാനം ഏതാണ് വർക്ക് ചെയ്യുന്നത് ആ സൊല്യൂഷൻ റീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. So backtracking is used to solve problem in which a sequence of object is chosen from a specified set so that a sequence satisfies some criteria. അപ്പം നമ്മൾ ഓരോന്നും സീക്വൻസിൽ ആദ്യം നമ്മളൊരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യും. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണോ ഒബ്ജക്റ്റ് അതിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then backtracking is modified depth first search of the tree. സോ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രീ ആൻഡ് ബ്രെഡ് ഫസ്റ്റ് സെർച്ച് ട്രീ. സോ ബാക്ക് ട്രാക്കിംഗ് ഈസ് എ മോഡിഫൈഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രീ ആൻഡ് ഹിയർ ഇറ്റ് ഇൻവോൾവ്സ് എ ട്രീ സെർച്ച്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബാക്ക് ട്രാക്കിംഗ് ഈസ് എ പ്രൊസീജിയർ whereby after determining that a node can lead to nothing but a dead node we go back or backtrack to the node's parent. The proceed with the search of the next child. So the term backtrack was coined by American mathematician D.H. Lehmer. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. സോ ട്രീ സെർച്ചിങ് തന്നെയാണ് വരുന്നത്. ഇവിടെ ബാക്ക് ട്രാക്ക് എന്ന് പറയുന്നത് നെയിം കോയിൻ ചെയ്ത് ലെഹ്മർ എന്ന് പറയുന്നത് D.H. ലെഹ്മറാണ്. ദെൻ ഒരു അനദർ ടേം എന്ന് പറഞ്ഞാൽ ബാക്ക് ട്രാക്കിങ്ങിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മളൊരു ചോയ്സ് സെലക്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്കറിയുന്നത് അതൊരു ഡെഡ് നോഡാണ്. നമുക്ക് അവിടെ നിന്ന് തിരിച്ച് മുമ്പോട്ട് പിന്നെ പോയാൽ ഒരിക്കലും ഒരു ഗോൾ റീച്ച് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവില്ല എന്ന് നമ്മൾ മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബാക്ക് ട്രാക്ക് ടു ഇറ്റ്സ് പാരൻറ്റ്. ഏതാണോ കറണ്ട് നോഡ് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പാരൻറ്റിലേക്ക് പോകും. ദെൻ പാരൻറ്റിൽ നിന്ന് നമ്മൾ ഇനി ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും, ഏതെങ്കിലും ഒരു ചൈൽഡ് ഉണ്ടോ എന്ന് നോക്കും, എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചൈൽഡിലൂടെ നമ്മൾ വേറൊരു പാത്തിലേക്ക് പോകും. സോ we call a node non-promising if when visiting the node we determine that it cannot possibly lead to a solution, otherwise we call it promising. ഇപ്പം നമ്മളൊരു നോഡ് റീച്ച് ചെയ്തു, ആ നോഡ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ നോഡിൽ നിന്ന് നമ്മളിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സൊല്യൂഷനിൽ റീച്ച് ചെയ്യില്ല. അപ്പം നമുക്ക് ആ നോഡിൻ്റെ അടുത്ത ചോയ്സ് എടുത്ത് സെലക്ട് ചെയ്ത് പോയാൽ അത് ഒരിക്കലും അത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല എന്നറിയെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് നോഡ് ഈസ് നോൺ ആസ് നോൺ പ്രോമിസിങ്. ഇനിയിപ്പം നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് സൊല്യൂഷനിൽ റീച്ച് ചെയ്യുന്ന നമുക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് നോഡ് ഈസ് നോൺ ആസ് പ്രോമിസിങ്. സോ ബാക്ക് ട്രാക്കിംഗ് കൺസിസ്റ്റ് ഓഫ് ഡൂയിങ് എ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഓഫ് എ സ്റ്റേറ്റ് സ്പേസ് ട്രീ and checking whether each node is promising. If it is non-promising, backtracking to node's parent. അപ്പം ബാക്ക് ട്രാക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓർക്കുക നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ് ചെയ്യുന്നത് സ്റ്റേറ്റ് സ്പേസ് ട്രീയിൽ. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓരോ നോഡും പ്രോമിസിങ് ആണോ, പ്രോമിസിങ് മീൻസ് ദാറ്റ് ലീഡ് ടു എ സൊല്യൂഷൻ ആണോ എന്ന്.
അപ്പം നോൺ പ്രോമിസിങ് ആണെങ്കിൽ, സൊല്യൂഷൻ ആണെങ്കിൽ ഓക്കെ നമുക്ക് പോകാം, കണ്ടിന്യൂ വർക്ക്. അതർവൈസ് നോൺ പ്രോമിസിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? വി ആർ ബാക്ക് ട്രാക്ക് ടു ഇറ്റ്സ് നോട്ട്സ് പാരൻറ്റ്, അതിൻ്റെ പാരൻറ്റിലേക്ക് പോകും. സോ ദിസ് ഈസ് കോൾഡ് പ്രൂണിങ്. അപ്പം ബാക്ക് ട്രാക്ക് ടു പാരൻ്റ് ആണ്. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് പ്രൂണിങ് ദ സ്റ്റേറ്റ് സ്പേസ് ട്രീ. And the subtree consists of the visited nodes is called pruned stage space tree. അപ്പോൾ അങ്ങനെ ആ പ്രൂണിങ് പെർഫോം ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ വിസിറ്റഡ് നോഡ് മാത്രമുള്ള ആ സബ്ട്രീനെയാണ് നെയിംഡ് ചെയ്യുന്നതാണ് പ്രൂൺഡ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. സോ വാട്ട് ഈസ് എ സ്റ്റേറ്റ് സ്പേസ് ട്രീ ആൻഡ് ഹൗ ടു കൺസ്ട്രക്ട്? സോ ഇൻ എ സ്റ്റേറ്റ് സ്പേസ് ട്രീ ദ റൂട്ട് റെപ്രസെൻറ്റ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് and node reflect specific choice made for the solution component. അപ്പം നമ്മുടെ ഓരോ നോഡും ആദ്യം റൂട്ട് എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷമുള്ള ഓരോ നോഡും ഏതാണ് ചോയ്സ്, സ്പെസിഫിക് ചോയ്സ്, നമുക്ക് സൊല്യൂഷനിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഓരോ ചോയ്സസിനെയാണ് നോഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ആ നോഡ് എന്ന് പറയുന്നത് ഐദർ പ്രോമിസിങ് ആയിരിക്കും, നോൺ പ്രോമിസിങ് നോഡായിരിക്കും. സംടൈംസ് ഇറ്റ് മേ ബി ലീവ്സ് എന്ന് പറയുന്നത് സൊല്യൂഷൻ. So explore the state space tree using depth first search. Prune non-promising node. So നമ്മൾ ഓൾറെഡി പറഞ്ഞു, if it is a non-promising node then prune it. DFS stops exploring subtree rooted at the node leading to node solution and backtrack to its parents node. Then backtracking animation. Start. If we start, we don't know which choice will be taken, so we are going to one path, then we don't know if there a node is there or choice is there, we explore that node. Then if it is reach a dead end, when we backtrack to previous node, we check that if whether there is any other nodes, there is another child, then we will move on to that path and it will lead to a dead end. Then we will again backtrack to its previous parent node and check whether there is no node to explore, so it's backtrack to its parent and check whether there is any other path. Then if there is a path, then select that corresponding decision, take that decision and move to that path. And moving on to that path, again it reach a dead end, then it backtrack and again check whether there is a child, so it explore that path, then dead end, non-promising one, so again backtrack to parent node, again backtrack to parent node, so it's there is no child, so again we check that whether a promising node, then it goes to that path, again lead to a dead node, then backtrack to previous one, again we have other node is there, explore, then we will reach a success. So this is the one of the solution path. This is the solution. So again this shows the same. Here these are the some success node and this path will be a failure one. So problem space consists of states. State is represents the nodes and action represents the path that lead to a new stage. When in a node can only see the path to connected nodes. If a node only leads to failure, go back to its parent node, try other alternatives. If this all leads to failure, then more backtracking may be necessary. Same case തന്നെയാണ് പറയുന്നത്. Another definition of backtracking is a general algorithm for finding all solution to some computational problem. So that is a very important, is mainly used for finding all the solution to a computational problem that incrementally builds candidates to the solution and abandons each partial candidates or backtrack as soon as it determines that C cannot possibly be completed to a valid solution. സോ നമ്മൾ ഓരോ കാൻഡിഡേറ്റ് സൊല്യൂഷൻ, ഒരു പാർഷ്യൽ സൊല്യൂഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്. പാർഷ്യൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ റീച്ച് ചെയ്യുന്നില്ല, എവിടം വരെ നമ്മുടെ ചോയ്സ് സെലക്ട് ചെയ്യുന്നു ആ റൂട്ട് തൊട്ട് അതുവരെയുള്ളതിനെയാണ് പാർഷ്യൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർഷ്യൽ സൊല്യൂഷൻ ഓരോ ടൈമിലും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമുക്ക് ആ പാർഷ്യൽ സൊല്യൂഷനിൽ റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? വി വിൽ ബാക്ക് ട്രാക്ക് ടു പ്രീവിയസ് വൺ. സോ മെയിൻലി ഇറ്റ്സ് യൂസ്ഡ് ഫോർ some problems such as crossword
വെർബൽ അരിത്തമെറ്റിക്, സുഡോക്കു ആൻഡ് മെനി അതർ പസിൽസ്. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തെല്ലാമാണ് മെയിനായിട്ട് ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. സോ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഓഫ് ബാക്ക് ട്രാക്കിംഗ്. There are two types ഉണ്ട്. One is recursion യൂസ് ചെയ്തിട്ട്, another one is iteration method. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് തോന്നുന്നു അത് എഴുതുക. സോ നെക്സ്റ്റ് ഈസ് backtrack. We are using an algorithm named backtrack and passing a parameter k. This describes the backtracking process using the recursion. അപ്പോൾ റിക്കർഷൻ യൂസ് ചെയ്തിട്ടുള്ള ബാക്ക് ട്രാക്കിംഗ് ആണ് കാണിക്കുന്നത്. ഓൺ എൻ്ററിങ് ദ ഫസ്റ്റ് k-1 വാല്യൂസ്, നമ്മൾ ഫസ്റ്റ് k-1 വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ദാറ്റ് സൊല്യൂഷൻ വെക്ടർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, x(1), x(2), എക്സെട്ര x(k-1). ദെൻ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x(1) to n ആണ്. n വരെയുള്ള സൊല്യൂഷനാണ് നമുക്ക് പാത്ത് ഫൈൻഡ് ചെയ്യേണ്ടത്. 1 to n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി k വാല്യൂസ് എൻ്റർ ചെയ്തിട്ട് k- വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് k ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പം k- വാല്യൂസ് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതുവരെയുള്ള സൊല്യൂഷൻ കിട്ടി. x(1), x(2), എക്സെട്ര x(k-1) വരെയുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടി. ദെൻ അരേ x and n are global arrays. Then നമ്മൾ നോക്കുകയാണ്, for each x of k is belongs to t of x(1) to x of k-1 do. ഇത് x(1) to x of k-1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത പാർഷ്യൽ സൊല്യൂഷനാണ്. അപ്പോൾ ആ സൊല്യൂഷൻ്റെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ട്രീ ആണിത്, ടി. അതിലേക്ക് നമ്മൾ നോക്കുകയാണ്, ആ ട്രീയിലെ ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് x of k ആഡ് ചെയ്യാൻ പറ്റും. x of k എന്ന് പറയുന്ന ഒരു ചോയ്സ് അവിടെ പ്രസൻ്റ് ആണോ? ആ പ്രസൻ്റ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് റിട്ടേൺസ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ദെൻ നമ്മളൊരു ബൗണ്ടിങ് ഫംഗ്ഷൻ ഉണ്ട്, ബൗണ്ടിങ് ഓഫ് k, x(1), x(2) ആൻഡ് എക്സെട്ര x of k നോട്ട് ഈക്വൽ ടു 0. ദെൻ if x(1), x(2), etc. x of k is a path to the answer node, then write x(1) to k. നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് ബൗണ്ടിങ് ഫംഗ്ഷൻ. അപ്പം ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പം നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദി ബൗണ്ടിങ് ഫംഗ്ഷൻ. അപ്പം ബൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻ്റ് ആയിരിക്കും, ആ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ബൗണ്ടിങ് ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ, ഇപ്പം നമ്മൾ x of k ആഡ് ചെയ്ത ശേഷം നമുക്ക് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തു x(1) to x of k-1 ഓൾറെഡി ഉണ്ട്. ഇനി x of kയും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ x(1) to x of k വരെയുള്ള പാത്തിനെ നമുക്ക് ആൻസർ നോഡായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് സൊല്യൂഷൻ വെക്ടറിലേക്ക് റൈറ്റ് ചെയ്യും, x(1) to k. ദെൻ നമ്മൾ ചെക്ക് ചെയ്യും, നമുക്ക് എവിടം വരെയാണ് കണ്ടുപിടിക്കേണ്ടത്? 1 to n ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എവിടെയാണ് റീച്ച് ചെയ്തിട്ടുള്ളൂ? കെയിലേ റീച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇഫ് k <n ആണെങ്കിൽ ദെൻ ബാക്ക് ട്രാക്ക് ടു k+1. അപ്പോൾ n നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല, എനിക്കിപ്പം 10 വരെയാണ് പോകേണ്ടതെങ്കിൽ ഞാനിപ്പോൾ 5 ആണ് k വാല്യൂ എങ്കിൽ എനിക്ക് 6 മുതൽ 10 വരെ റീച്ച് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് 5 ആണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് 6 എടുക്കും, ബാക്ക് ട്രാക്ക് k+1. ദെൻ എഗെയിൻ സെയിം ഫംഗ്ഷൻ നോക്കും, ആ k+1 എന്നുള്ളതിനെ ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? k<n ആണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത് പാത്ത് സെലക്ട് ചെയ്യും. ഓരോ പാത്തും 1 by 1 ആയിട്ട് ചോയ്സസ് നോക്കും, ആ ചോയ്സ് ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് പാത്ത് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. ദെൻ ഇതേ സെയിം സാധനം തന്നെ ഐട്രേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ബാക്ക് ട്രാക്ക് n ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് k1 മുതൽ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു, k നോട്ട് ഈക്വൽ ടു 0, k1 ആണ്. സോ ഇത് ലൂപ്പിൻ്റെ ഉള്ളിൽ എപ്പോൾ കയറും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഓരോന്നും, നമ്മുടെ x1, x2, xk-1 വരെയുള്ളത് നമ്മൾ നോക്കി. ഇപ്പോൾ സൊല്യൂഷനിൽ ഇല്ല, ഓൾറെഡി ട്രീയിൽ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ x of k എടുക്കുകയാണ്. x of k എന്ന് പറയുന്നത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൗണ്ടിങ് കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കും. ഇത് രണ്ടും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ x of kനെ നമ്മുടെ പാത്തിലേക്ക്, ആൻസർ നോഡിലേക്ക് ആഡ് ചെയ്യും.
റൈറ്റ് ചെയ്യും. ഇപ്പോൾ കെനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇനി അതല്ല എന്ത് ചെയ്യും, ഇത് ഈ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രീവിയസ് നോഡിലേക്ക് പാസ് ചെയ്യും. ദാറ്റ് ഈസ് കെ ഈസ് ഇക്വൽ ടു കെ മൈനസ് 1. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ, ബാക്ക് ട്രാക്കിങ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അൽഗോരിതം എഴുതുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വൺ ഓഫ് ദി അൽഗോരിതം ഈസ് എൻക്യൂൻ പ്രോബ്ലം. one of the example of backtracking is NQN problem. What is an NQN problem? If there is a n by n chessboard is there, then we need to place n queens on that chessboard without attacking each other. That is NQN problem. So remember, queens can move horizontally, vertically or diagonally any distance. Here we are considering a 8 queen problem. 8 queen problem means there is a 8 by 8 chessboard. We need to place 8 chess queens on that board without attacking each other. No two queens attack each other. So solution requires that no two queens share the same row, same column and same diagonal. അപ്പോൾ 2 ക്യൂൻ, ഇപ്പോൾ എൻ ക്യൂൻ എന്ന് പറഞ്ഞാൽ n by n ചെസ് ബോർഡ് ഉണ്ട്. ആ n by n ചെസ് ബോർഡിൽ n ക്യൂൻസിനെ അറ്റാക്ക് ചെയ്യാതെ, 2 ക്യൂൻസ് തമ്മിൽ അറ്റാക്ക് ചെയ്യാതെ പ്ലേസ് ചെയ്യണം. അപ്പം പ്ലേസ് ചെയ്യുമ്പം അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരേ സെയിം റോയിൽ വരാൻ പാടില്ല, സെയിം കോളത്തിൽ വരാൻ പാടില്ല, സെയിം ഡയഗണലിൽ വരാൻ പാടില്ല. സോ നമ്മൾ സൊല്യൂഷൻ പോസിബിലിറ്റീസ് ആർ ഡിസ്കവേർഡ് ഓൺലി അപ് ടു 23 ക്യൂൻസ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് 23 ക്യൂൻ വരെ പ്ലേസ് ചെയ്യുക. 23 by 23 ചെസ് ബോർഡിൽ ക്യൂൻസ് പ്ലേസ് ചെയ്യാൻ വരെയുള്ള സൊല്യൂഷൻസ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 8 queen problem. There is a 8 by 8 chessboard and we need to place 8 queens on that chessboard. So here some terms are the stage. Any arrangement of 0 to 8 queens on the board, that is known as stage. Initial state means 0 queens on the board, and successor function means add a queen in any square. Goal state means 8 queens on the board, none attacked. So this is example. Then this is a demo for a 4 queen problem. Here assume that we are placing each queen in the each row. Row wise നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്യൂൻ വിൽ ബി പ്ലേസ്ഡ് ഇൻ ഫസ്റ്റ് റോ, സെക്കൻഡ് ക്യൂൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സെക്കൻഡ് റോ, ആൻഡ് തേർഡ് ക്യൂൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ തേർഡ് റോ, ആൻഡ് ഫോർത്ത് ക്യൂൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ഫോർത്ത് റോ, ലൈക്ക് വൈസ്. So first queen is placed in the first row and we are placing second queen in the second column. So if we place second column, it will attack each other, that is same row verum. So we move on to next row, again it will attack. So again move on to next row, it will not attack, so we can place there. Then third queen will be placed in third column, so same row, so it will be attacked, same diagonal, so attack, same row, then diagonal, so it will attack. So we need to backtrack to previous node. So we will move the third നമ്മൾ പ്രീവിയസിലേക്ക് പോകും, then move the second queen to the next row. So again we are placing the again attack, not attacking, so we will place there. Then fourth queen is placed, there is an attack, so here again attack, we can't place here and can't place here, diagonal attack, so we can't place here. So use ചെയ്താൽ we can't place, so we will backtrack to previous. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ബാക്ക് ട്രാക്ക് ചെയ്തു, അത് പറ്റില്ല. ഇനി എന്ത് ചെയ്യണം, ഈ തേർഡ് ക്യൂണിൽ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ക്യൂനും ബാക്ക് ട്രാക്ക് ചെയ്തിട്ടാണ് ഇവിടെ അറ്റാക്ക് ഉണ്ടായപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് പറ്റില്ല, എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ക്യൂണിലേക്ക് റീച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്യൂവിൻ്റെ ഒരു റോ താഴോട്ട് വെക്കുക. സോ ഫസ്റ്റ് ക്യൂവിൻ്റെ ഒരു റോ താഴോട്ട് വെച്ചു. നമ്മൾ അഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, അവിടെ ഡയഗണൽ അറ്റാക്കാണ്, സോ വി കാൺ പ്ലേസ് ഇതാണ്, ഇവിടെ വെക്കാൻ പറ്റില്ല, ഡയഗണൽ അറ്റാക്ക്, സോ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, പ്ലേസ് ചെയ്യാം. ഇനി തേർഡ് ക്യൂൻ ഫസ്റ്റ് വെച്ചു, അറ്റാക്കൊന്നുമില്ല. പക്ഷേ ഫോർത്ത് ക്യൂൻ വെക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ വെക്കാൻ പറ്റില്ല, സോ അറ്റാക്ക് ചെയ്യും. സോ
നമ്മളിവിടെ വെച്ചു. അപ്പം ഒരു ഡയഗണലോ അല്ലെങ്കിൽ സെയിം റോയോ കോളോ ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ദി വൺ ഓഫ് ദി സൊല്യൂഷൻ ഫോർ 4q1 പ്രോബ്ലം. സോ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ക്യൂൻ പ്ലേസ് ചെയ്തു. ഫസ്റ്റ് ക്യൂൻ പ്ലേസ് ചെയ്ത ഈ സെയിം കോളത്തിൽ വെക്കാൻ പറ്റില്ല, നെക്സ്റ്റ് റോയിൽ വെക്കാൻ പറ്റില്ല, ഡയഗണൽ അറ്റാക്ക്. സോ സെക്കൻഡ് ക്യൂവിന് നമ്മളിവിടെ തേർഡിൽ പ്ലേസ് ചെയ്തു. സെക്കൻഡ് ക്യൂൻ തേർഡിൽ പ്ലേസ് ചെയ്യുമ്പം ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ ഡയഗണൽ അറ്റാക്ക് വരും, ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെയും വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യൂവിനെ ഫോർത്തിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് തേർഡ് ക്യൂവിനെ പ്ലേസ് ചെയ്യാൻ നോക്കി, ഇവിടെ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാം, അറ്റാക്ക് ഒന്നുമില്ല. സോ നെഗെയിൻ നമ്മൾ ഫോർത്ത് ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ ഡയഗണൽ അറ്റാക്ക് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യൂവിനെ ഇങ്ങോട്ട് മാറ്റാൻ നോക്കാൻ പോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, എഗെയിൻ അറ്റാക്ക് വന്നു. ഇവിടുന്ന് ഇതിനെ ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല, കാരണം സെയിം കോളം വരും, അറ്റാക്ക് വരും. സോ നമുക്ക് ഇതൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്യൂവിനെ മാറ്റാൻ നോക്കുക. ഫസ്റ്റ് ക്യൂവിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ എഗെയിൻ ചെക്ക് ചെയ്യുകയാണ്. ഫസ്റ്റിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഡയഗണൽ വരും, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെയും ഡയഗണൽ വരും. അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ തേർഡിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്യുമ്പം ഒന്നും വരുന്നില്ല, അറ്റാക്ക് വരുന്നില്ല. ദ ഫോർത്ത് ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി അനദർ സൊല്യൂഷൻ. സോ മെയിനായിട്ടുള്ള 4q1 പ്രോബ്ലത്തിന് 2 സൊല്യൂഷനേ ഉള്ളൂ. ഇതാണ് ഒന്നിൻ്റെ സിമ്മട്രിയാണ് അനദർ വൺ. ദെൻ NQ അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. സോ NQ algorithm we are passing K and N. So using backtracking, this is the prints all the possible placement of n queens on n by n chessboard so that they are non-attacking. അപ്പോൾ നമുക്ക് n queensനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് വിത്തൗട്ട് അറ്റാക്കിംഗ് ഈച്ച് അതർ. സോ നമ്മൾ ആദ്യം ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യാണ് for I is equal to 1 to n and we are calling a function place k, i. ഈ place k, i എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് അറ്റാക്കിംഗ് ഈച്ച് അതർ വി ക്യാൻ പ്ലേസ് എ ക്യൂൻ ഇൻ ദി ith കോളം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് റോ എന്ന് പറയുന്നത് ഓരോ ക്യൂനും ഫസ്റ്റ് ക്യൂന് എപ്പോഴും ഫസ്റ്റ് റോയിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പറ്റുന്നത് ഇത് ഫസ്റ്റ് ക്യൂവിനെ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാതെ. അപ്പം ഞാനിവിടെ ഇഫ് പ്ലേസ് കെ ഐ എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ആണെങ്കിൽ വി ക്യാൻ പ്ലേസ് ദ കേത്ത് ക്യൂൻ ഇൻ ദി ith കോളം എന്നാണ് മീൻ ചെയ്യുന്നത്. സോ I is equal to 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ കേത്ത് ക്യൂവിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പ്ലേസിൻ്റെ അൽഗോരിതമാണിത്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് എ ക്യൂൻ ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദി കേത്ത് റോ ആൻഡ് ith കോളം. കേത്ത് റോ എന്ന് പറഞ്ഞാൽ കേത്ത് ക്യൂൻ, ഇപ്പം ഫസ്റ്റ് ക്യൂൻ ആണെങ്കിൽ ഫസ്റ്റ് റോയിൽ ith കോളത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫാൾസ്. അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ റിട്ടേൺസ് ഫാൾസ്. സോ എക്സ് ഓഫ് ഇസ് എ ഗ്ലോബൽ അറേ whose first k-1 values have been set. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നുണ്ട് k-1 വാല്യൂസ് അസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ k-1 എന്നുള്ളത് ഇപ്പം നമ്മൾ 1 ആണ് k കൊടുക്കുന്നതെങ്കിൽ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺസ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് r. ഇനി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ k is equal to kth ക്യൂനാണ് പ്ലേസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാണ് j is equal to 1 to k-1 do. നമ്മൾ ഓൾറെഡി ജെയുടെ വാല്യൂ 1 മുതൽ k-1, ഇപ്പം ഫസ്റ്റ് ക്യൂവിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0 ആണ്, നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാം ഫസ്റ്റ് ക്യൂവിനെ ഫസ്റ്റ് റോയിൽ, കാരണം ഓൾറെഡി അവിടെ ഒന്നുമില്ല ക്യൂവിന്, നമുക്ക് ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു തേർഡ് ക്യൂവിനാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്യൂൻ സെക്കൻഡ് ക്യൂവിൻ്റെയും ചെക്ക് ചെയ്യണം, അത് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതാണ് ഇവിടെ നോക്കുന്നത്. j is equal to 1 to k-1. ഇപ്പോൾ തേർഡ് ക്യൂവിനെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ 1ഉം 2ഉം നമ്മൾ ചെക്ക് ചെയ്യും. സോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എക്സ് ഓഫ് j is equal to i. രണ്ടും i എന്ന് പറയുന്നത് നമ്മുടെ കോളമാണ്, ഓൾറെഡി നമ്മൾ എക്സ് ഓഫ് j ഏതെങ്കിലും സൊല്യൂഷൻ, എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷനാണ്. അപ്പം j എന്ന് പറയുന്നത് 1, എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിലാണോ നമ്മുടെ ഏതെങ്കിലും ക്യൂൻ പ്ലേസ്ഡ് ആണോ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സൊല്യൂഷനിൽ ഏതെങ്കിലും ക്യൂൻ പ്ലേസ്ഡ് ആണോ, ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യും. ഇനി അതർവൈസ് ഡയഗണലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഇക്വേഷൻ. അബ്സല്യൂട്ട് ഓഫ് എക്സ് ജെ മൈനസ് ഐ ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് ജെ മൈനസ് കെ. ഈ ഇക്വേഷൻ ഏതെങ്കിലും ഒരെണ്ണം ഡയഗണലാണോ എന്നാണ് നോക്കുന്നത്. 2 തന്നിട്ടുണ്ടെങ്കിൽ 2 ഡയഗണലാണോ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്യാം. ഡയഗണലും ഈ
സെയിം കോളത്തിലുമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതല്ല അറ്റാക്ക് ചെയ്യുന്നില്ല, ഡയഗണൽ ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോളം ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. സോ ട്രൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ കോളം നമ്പർ വിൽ ബി ആഡഡ് ടു എക്സ് ഓഫ് കെ. അപ്പോൾ എക്സ് ഓഫ് 1ലേക്ക് നമ്മൾ ആ കോളം നമ്പർ ആഡ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന കോളം. എക്സ് ഓഫ് ജെ എന്നുള്ളതിൽ നമ്മുടെ കോളം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക ഓരോന്നിലും. ഇപ്പോൾ ഫസ്റ്റ് ക്യൂവിൻ പ്ലേസ് ചെയ്തതിൻ്റെ കോളം വാല്യൂ ആയിരിക്കും എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 സെക്കൻഡ് ക്യൂവിനെ ഏത് കോളത്തിലാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ കേത്ത് ക്യൂവിനെ പ്ലേസ് ചെയ്ത് എക്സ് ഓഫ് കെയിലായിരിക്കും ആ കറസ്പോണ്ടിങ് കോളം നമ്പർ ഉണ്ടാവുക. ദെൻ നമ്മൾ നോക്കുവാണ് കെ ഇസിക്കൽ ടു എൻ ആണെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷനും കഴിഞ്ഞു. നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൊല്യൂഷൻ ഏതാണ് കോളൻ നമ്പേഴ്സ് എക്സ് ഓഫ് 1 to n വരെയുള്ള സൊല്യൂഷൻ്റെ കോളൻ നമ്പേഴ്സ് റൈറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യണം എൻ ക്യൂൻ കെ പ്ലസ് 1. ഇപ്പം ഞാൻ തേർഡ് ക്യൂവിനാണ് പ്ലേസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം, കെ പ്ലസ് 1 എന്ന് പറയും 4,8. 8 ക്യൂനിലാണെങ്കിൽ 4,8 എന്നുള്ളതിന് റിക്കേഴ്സീവ്ലി. അപ്പോൾ ഫോർത്ത് ക്യൂവിനെ പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് ഫിഫ്ത്ത് ആണെങ്കിൽ ഫിഫ്ത്ത്, സിക്സ്ത് ആണെങ്കിൽ സിക്സ്ത്. അപ്പോൾ ഓരോ ടൈമിലും ഇതിങ്ങനെ പാസ് ചെയ്യും. എപ്പോഴാണ് 8 ക്യൂനും കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി റിട്ടേൺ. ഇപ്പോൾ 4 ക്യൂനെ ഉള്ളെങ്കിൽ കെയുടെ വാല്യൂ 4 ആകുമ്പോൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ ക്യൂവിൻ്റെ പ്രോബ്ലം. ഈ 2 അൽഗോരിതം എൻ ക്യൂവിൻ്റെ എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. then ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഡയഗണലിൻ്റെ കേസിൽ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഇക്വേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇക്വേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കോളം എന്ന് പറയുന്നത് 4, 2 എന്ന് പറയുന്ന ഈ കോളമാണ്. ഇതിൻ്റെ ഐ ജെ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് ടു ഡൗൺ ഡയഗണൽ നോക്കുക. ഇതിൻ്റേതെന്ന് പറഞ്ഞാൽ വരുന്നത് എന്താ, 3, 1 എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ വരുന്നത് 5, 3. ഇതിൻ്റെ വരുന്നത് 6, 4 ആൻഡ് ഇതിൻ്റെ ഇൻഡെക്സ് വരുന്നത് 7, 5. ലൈക്ക് ഹിയർ കൺസിഡർ എ ഓഫ് 4, 2 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. 4, 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 3, 1 വരും, അതുപോലെ തന്നെ 5, 3 വരും, 6, 4 വരും, 7, 5 വരും. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും റോയിൻ്റെയും കോളത്തിൻ്റെയും ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എല്ലാത്തിനും 2 ആയിരിക്കും. 4 - 2, 2, 3 - 1, 2, 5 - 3, 2, 6 - 4, 2, 7 - 5, 2 എക്സെട്ര. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ റൈറ്റ് ടു ലോവർ ലെഫ്റ്റ് ഉള്ള ഡയഗണൽ നോക്കാം. ഇതെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 3, 3 ഹിയർ, 2, 4, 3, 3 ഹിയർ ഇറ്റ് ഈസ് 5, 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സമ്മ് നോക്കുക, റോയും കോളത്തിൻ്റെ സമ്മ് 5 + 1 6, 2 + 4 6, 3 + 3 6, 5 + 1 6. അപ്പോൾ റോയും കോളും ആഡ് ചെയ്ത വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് ഐ ആൻഡ് ജെ ആണ്. അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് കെ, ഡയഗണലായിട്ടുള്ള ഓരോ പോയിൻറ്റും കെ, എൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഡയഗണൽ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് I - j = k - l ആയിരിക്കും. അപ്പോൾ I - j എന്ന് പറയുന്നത് 4 - 2 = 3 - 1. ഇനി അത് അടുത്തതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ I + j ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ k + l വാല്യൂ ഈക്വൽ ആയിരിക്കും. അതാണ് രണ്ട് ഇക്വേഷൻ വരുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ മോഡുലാർ കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് j - l = I - k എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനിലേക്ക് റീച്ച് ചെയ്യുമ്പോഴാണ് j - l മോഡുലാർ ഓഫ് j - l = മോഡുലാർ ഓഫ് I - k. അതാണ് നമ്മൾ അവിടെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ ഡയഗണൽ സെയിം ഡയഗണൽ ആണോ എന്ന് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇത് ട്രീ ഡയഗ്രാമാണ്, സ്റ്റേറ്റ് സ്പേസ് ട്രീ ഡയഗ്രാമാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് ട്രീ ഡയഗ്രാം എന്താണ്, അതിലെ കുറച്ച് ടേംസ് പഠിക്കാം. ഫസ്റ്റ്, ദ ട്രീ ഓർഗനൈസേഷൻ ഓഫ് ദി സൊല്യൂഷൻ സ്പേസ് ഈസ് റിഫേർഡ് ടു ആസ് ദി സ്റ്റേറ്റ് സ്പേസ് ട്രീ. അപ്പം നമ്മൾ സൊല്യൂഷൻ സ്പേസിനെ ഇപ്പം 4 ക്യൂൻ പ്രോബ്ലം ആണെങ്കിലും സബ്സെറ്റ് സം പ്രോബ്ലം ആണെങ്കിലും ഇതിനെല്ലാം ഒരു ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് സ്പേസ് ട്രീ. ഹിയർ ഈച്ച് നോഡ് ഇൻ ദിസ് സ്റ്റേറ്റ് സ്പേസ് ട്രീ ഈസ് നോൺ ആസ് problem state and the path from the root to other node is known as the state space of that problem. Then solution state എന്ന് പറഞ്ഞാൽ
are those problem state for which the path from root to S defines a tuple in the solution space. അപ്പം നമ്മൾ റൂട്ടിൽ നിന്ന് എസ് എന്ന് പറയുന്ന ഏതൊരു ലീവ് ആയിരിക്കും, ആ ലീഫ് വരെയുള്ള പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊല്യൂഷൻ സ്പേസിലെ പാത്തിനെയാണ് സൊല്യൂഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൊല്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് ആൻസർ സ്റ്റേറ്റ്? ഇപ്പോൾ ഈ സൊല്യൂഷൻ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് സൊല്യൂഷനിലെ ഒരു മെമ്പർ ആണെങ്കിൽ, ഇപ്പം നമുക്ക് ഈ കുറേ സൊല്യൂഷൻ സ്പേസ് ഉണ്ടാകും. റൂട്ടിൽ നിന്ന് ആ എസ് എന്ന് പറയുന്ന നോഡ് വരെയുള്ള എല്ലാ പാത്തും സൊല്യൂഷൻ സ്പേസ് ആണ്. പക്ഷെ അതിൽ നിന്ന് ഏതാണ് ആൻസറിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരു സൊല്യൂഷൻ്റെ മെമ്പർ ആവുന്നത്, ദാറ്റ് path is known as answer state. Then another terms, live node, a node which has been generated and all of whose children are not yet been generated. ഇപ്പോൾ ഒരു നോഡ് നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്, പക്ഷേ അതിൻ്റെ ചിൽഡ്രൻസിനെ ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് നോഡ് ഈസ് നോൺ ആസ് ലിവ് നോഡ്. ഈ നോഡ് എ ലൈവ് നോഡ് ഹൂസ് ചിൽഡ്രൻസ് ആർ കറൻ്റ്ലി ബീങ് ജനറേറ്റഡ്. അപ്പം ഒരു നോഡുണ്ട്, ആ നോഡിൻ്റെ ചിൽഡ്രൻസിനെല്ലാം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈവ് നോഡാണ്, അത് ജനറേറ്റ് ചെയ്തു, അതിൻ്റെ ചിൽഡ്രൻസ് ആറും ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാണെങ്കിലാണ് ലൈവ് നോഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ചിൽഡ്രൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർ എക്സ്പാൻഡഡ് ആണെങ്കിൽ ദാറ്റ് നോഡ് ഈസ് നോൺ ആസ് ഇ നോഡ്. ആൻഡ് the generated node which is with all its children expanded, that type of node is dead node. But നമുക്ക് the some nodes are terminated and we can't move to the next node, then that type of node is known as dead node. Then this is a tree organization of 4-queue solution space. Nodes are numbered as in depth first search ആണ്. So ഇങ്ങനെ 1 2 3 4 5 6 7 ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യൂൻ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഫസ്റ്റ് കോളം. സോ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനദർ ഓപ്ഷൻ ഉണ്ട്. ഏതെല്ലാം ചോയ്സസ് ഉണ്ട്? സെക്കൻഡ് ക്യൂവിനെ സെക്കൻഡ് കോളത്തിൽ പ്ലേസ് ചെയ്യാം, തേർഡ് കോളത്തിൽ പ്ലേസ് ചെയ്യാം, ഫോർത്ത് കോളത്തിൽ പ്ലേസ് ചെയ്യാം. സോ തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ക്യൂവിനെ ഇവിടെ ഫസ്റ്റ് ക്യൂവിനെ ഫസ്റ്റ് കോളത്തിലും ക്യൂവിനെ സെക്കൻഡ് കോളത്തിലും പ്ലേസ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തേർഡ് ക്യൂവിനെ തേർഡ് കോളത്തിലോ അല്ലെങ്കിൽ ഫോർത്ത് കോളത്തിലോ പ്ലേസ് ചെയ്യാം. ഇനി തേർഡ് കോളത്തിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അനദർ ഓപ്ഷൻ ഫോർത്ത് ക്യൂൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ഫോർത്ത് കോളം. ഇനി അതല്ല, ദാറ്റ് ഈസ് തേർഡ് ക്യൂൻ ഈസ് പ്ലേസ്ഡ് ഇൻ ഫോർത്ത് കോളം, ദെൻ ഫോർത്ത് ക്യൂൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സെക്കൻഡ് കോളം, തേർഡ് കോളം. സോ ആ റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ക്യൂവിനെ നമ്മൾ സെക്കൻഡ് കോളത്തിലാണ് പ്ലേസ് ചെയ്തതെങ്കിൽ ഈ പാത്ത് വരും. ഇനി തേർഡ് ക്യൂവിനാണ് സെക്കൻഡ് ക്യൂവിനെ തേർഡ് കോളത്തിലാണ് പ്ലേസ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ തേർഡ് ക്യൂവിനെ സെക്കൻഡ് കോളത്തിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർത്ത് കോളത്തിൽ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് കോളത്തിലാണെങ്കിൽ നെക്സ്റ്റ് ദർ ഇസ് നോൺ ആസ് സിംഗിൾ ഓപ്ഷൻ, ദറ്റ് ഇസ് ദാറ്റ് ഫോർത്ത് ക്യൂൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ഫോർത്ത് കോളം, അതർവൈസ് ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ഇൻ സെക്കൻഡ് കോളം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. ഇതിൽ എല്ലാ പോസിബിൾ സൊല്യൂഷൻസും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്യൂവിനെ പ്ലേസ് ചെയ്യുന്നു, സെക്കൻഡ് ക്യൂവിനെ പ്ലേസ് ചെയ്തു, തേർഡ് ക്യൂവിനെ ഫസ്റ്റ് ക്യൂൻ തേർഡ് കോളത്തിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഈ ട്രീ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇത് ഫസ്റ്റ് ക്യൂവിനെ ഫോർത്ത് കോളത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സൊല്യൂഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ x1 3, x2 1, x2 x3 2, x4 4 ഇതൊരു സൊല്യൂഷൻ സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനെല്ലാ പാത്തിനെയും സൊല്യൂഷൻ സ്റ്റേറ്റ് എന്ന് പറയും. പക്ഷേ ഏത് പാത്താണോ ആൻസർ തരുന്നത് ദാറ്റ് പാത്ത് ഈസ് നോൺ ആസ് ആൻസർ സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞു x1 3യിൽ വെക്കാം, ദെൻ x1നെ 1ൽ വെക്കാം, x2നെ 4ൽ വെക്കാം, ദെൻ x4നെ 2ൽ വെക്കുവാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. സോ ദാറ്റ് ഇസ് എ ആൻസർ സ്റ്റേറ്റ്. സോ ഇത്രയും നമ്മൾ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഓഫ് n raised to n. n ക്യൂൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ടൈം ടേക്കൺ ഇസ് n raised to n. So we need to reduce this one. For that we are using backtracking. So it will only take n factorial. So first ക്യൂൻ വെച്ചു, അപ്പോൾ x1 ഫസ്റ്റ് ക്യൂവിനെ ഫസ്റ്റ് കോളത്തിൽ വെച്ചു. അപ്പം സെക്കൻഡ് ക്യൂവിനെ സെക്കൻഡ് കോളത്തിൽ വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇറ്റ് വിൽ attack each other, so we can't place that. Then second ക്യൂവിനെ തേർഡ് കോളത്തിൽ പ്ലേസ് ചെയ്യാം, അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ
ബട്ട് എന്ത് ചെയ്യാം, ബട്ട് നെക്സ്റ്റ് വെക്കുമ്പോൾ എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. സോ ബാക്ക് ട്രാക്ക് ചെയ്യും ടു പ്രീവിയസ് വൺ. ദെൻ ഇവിടെ ഇനി ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും, ബാക്ക് ട്രാക്ക് ചെയ്യും. ഇവിടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നോഡ് എക്സ്പ്ലോർ ചെയ്ത് നോക്കും. എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് സൊല്യൂഷൻ റീച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓക്കെ. അതർവൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്യും. സെക്കൻഡിനെ ഫോർത്ത് കോളത്തിൽ വെക്കും. ഫോർത്ത് കോളത്തിൽ വെക്കുമ്പോൾ നമ്മൾ അഗെയിൻ S3ന് നമുക്ക് 2 ഓപ്ഷനുണ്ട്, 2-വിലും 3-യിലും വെക്കാം. അപ്പോൾ 2-വിൽ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ 3-യിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അറ്റാക്ക് വരും. സോ ബാക്ക് ട്രാക്ക് ചെയ്തു. നെക്സ്റ്റ് നോക്കി, നമ്മളിത് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൻ്റെയാണ് ഓരോന്നും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ X1 2 ആക്കി നോക്കി. ഫസ്റ്റിനെ സെക്കൻഡ് കോളത്തിൽ വെച്ച് നോക്കി. അപ്പം സെക്കൻഡിനെ ഫസ്റ്റ് കോളത്തിൽ വെക്കുമ്പോൾ എന്ത് ബാക്ക് ട്രാക്ക് ചെയ്തു, അറ്റാക്ക് വരും. സെക്കൻഡ് കോളത്തിൽ വെച്ചാലും തേർഡ് കോളത്തിൽ വെച്ചാലും അറ്റാക്ക് വരും. ദെൻ വി വിൽ പ്ലേസ്ഡ് ഇൻ സെക്കൻഡ് ക്യൂൻ ഓൺ ഫോർത്ത് കോളം. ദെൻ X3 തേർഡ് ക്യൂവിനെ ഫസ്റ്റ് കോളത്തിൽ വെച്ചു. ദെൻ ഫോർത്ത് ക്യൂവിനെ തേർഡ് കോളത്തിൽ വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അനദർ സൊല്യൂഷൻ, വൺ ഓഫ് ദി സൊല്യൂഷൻ. സോ ഇതാണ് എക്സാമ്പിൾ യൂസിങ് ബാക്ക് ട്രാക്കിംഗ്. സോ നമ്പർ ഓഫ് searching is very less here compared to previous one. സോ ഇതാണ് കൗണ്ടിങ് സൊല്യൂഷൻ. നമ്മൾ ഇതാണ് കാണിച്ചിരിക്കുന്നത് എൻ ക്യൂൻസിൻ്റെ. ഫസ്റ്റ് ഒരു ക്യൂനെ ഉള്ളെങ്കിൽ ഒരു സിംഗിൾ സൊല്യൂഷനെ കാണുകയുള്ളൂ, ടൈമൊന്നും അധികം എടുക്കില്ല. സോ 4 ക്യൂൻ പ്രോബ്ലം ആണെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ യുണീക്ക് സൊല്യൂഷനാണ് 0. അതുപോലെ 8 ക്യൂൻ പ്രോബ്ലം ആണെങ്കിൽ 92 ടോട്ടൽ സൊല്യൂഷൻ ഉണ്ട്, അതിൽ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 12 ഉള്ളൂ. അപ്പോൾ അതും ടൈമൊന്നും എടുക്കില്ല. പക്ഷേ 14 ക്യൂൻസ് എല്ലാം ആകുമ്പോഴത്തേക്കും 0.2 സെക്കൻഡ് എടുക്കും. അതുപോലെ തന്നെ 26 എല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റാത്ത ടൈം. ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ 23 ക്യൂൻസ് എടുക്കുമ്പോൾ തന്നെ 296 ഡേയ്സ് എടുക്കും. അപ്പോൾ ഒരു ലാർജ് എമൗണ്ട് എക്സ്പോണൻഷ്യൽ ടൈം വിൽ ബി ടേക്കൺ. So this much, this is the end of this section.